നമസ്കാരം, GCompris ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകളുടെ ഒരു ശേഖരമാണ് പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോർ ഉപയോഗിച്ച് സ്വതന്ത്ര സോഫ്റ്റ്വെയറായ GCompris ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. 1. നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ ആയിരിക്കണം. 2. പ്ലേ സ്റ്റോർ എന്ന ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. 3. നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറിയിൽ 200 മെഗാബൈറ്റ് വരെയെങ്കിലും ഫ്രീ സ്പേസ് ഉണ്ടാവണം. ആവശ്യത്തിന് മെമ്മറി ഇല്ലെങ്കിൽ വേണ്ടാത്ത ഫയലുകൾ, അതായത് വേണ്ടാത്ത ഫോട്ടോയോ വീഡിയോയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് അത്രയും സ്ഥലം ഉണ്ടാക്കലാണ് ഒരു പണി. ഈ 3 കാര്യങ്ങളും റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഫോണിൽ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണിൽ തൊട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ഏറ്റവും മുകൾ ഭാഗത്തായി, നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി സെർച്ച് ഫോർ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് മങ്ങിയ അക്ഷരത്തിൽ എഴുതിയിട്ട് കാണാം. ആ പെട്ടിക്കകത്ത് തൊട്ട് GCompris എന്ന് ടൈപ്പ് ചെയ്യുക. GCompris. അപ്പോൾ താഴേക്കൊരു ലിസ്റ്റ് വരുന്നതായിട്ട് കാണാം. അതിൽ GCompris എഡ്യൂക്കേഷണൽ ഗെയിം ഫോർ ചിൽഡ്രൻ എന്നുള്ളതിൽ തൊട്ട് GCompris പേജിലേക്ക് എത്താം. ഈ GCompris സ്പെല്ലിങ്ങിൽ S എന്ന അവസാനം ഉണ്ടെങ്കിലും നമ്മൾ ഉച്ചരിക്കാത്തതിന് കാരണം അതൊരു ഫ്രഞ്ച് വാക്കിൽ നിന്നും വന്നതുകൊണ്ടാണ്. ഫ്രഞ്ചിൽ അവസാനത്തെ S സാധാരണ ഉച്ചരിക്കാറില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഈ ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം. GCompris പേജിൽ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ തൊടുമ്പോൾ വേറൊരു ബോക്സ് പ്രത്യക്ഷപ്പെടും. അതിനകത്ത് GCompris എഡ്യൂക്കേഷണൽ ഗെയിം ഫോർ ചിൽഡ്രൻ നീഡ്സ് ആക്സസ് ടു എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കാണാം. അതായത് GCompris ആപ്പ് നിങ്ങളുടെ ഫോണിൽ പ്രവർത്തിപ്പിക്കാൻ എന്തൊക്കെ പെർമിഷനുകളാണ് ആവശ്യം എന്നുള്ളതാണ് കാണിക്കുന്നത്. GCompris നിങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും ശേഖരിക്കില്ല. മാത്രമല്ല, സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ തന്നെ ഇതിനു പുറകിലുണ്ട്. അതുകൊണ്ട് ധൈര്യപൂർവം ആക്സെപ്റ്റ് എന്ന ബട്ടൺ അമർത്താം. ആക്സെപ്റ്റ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ GCompris ആപ്പ് ഡൗൺലോഡ് ആവുന്നത് കാണാം. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ സ്പീഡും. അതുകൊണ്ട് ഡൗൺലോഡ് ആവുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. GCompris ഡൗൺലോഡായി ഇൻസ്റ്റാളിംഗ് എന്നൊരു ചെറിയ മെസ്സേജ് കാണാം. അതിനർത്ഥം GCompris ഡാറ്റ മുഴുവൻ ഡൗൺലോഡായി ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നു എന്നതാണ്. ഇൻസ്റ്റാളായി കഴിഞ്ഞ് ഇങ്ങനെ 2 ബട്ടൺ പ്രത്യക്ഷപ്പെടും. അൺഇൻസ്റ്റാൾ, പ്ലേ. ഒന്നുകിൽ പ്ലേ എന്ന ബട്ടണിൽ അമർത്തി ഡയറക്റ്റായി GCompris ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്ത് ഫോണിൽ GCompris ഇൻസ്റ്റാൾ ആയിടത്ത് നിന്നും GCompris ഓപ്പൺ ചെയ്യാം. GCompris ഉപയോഗിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.